भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണായെന്നു സദാ ജപിച്ചാൽ പാപം കെടും, പശികെടും, വ്യസനങ്ങൾ തീരും. നാവിനുണർച്ച വരുമേറ്റവും അന്ത്യകാലേ. ഗോവിന്ദപാദ കമലങ്ങൾ തെളിഞ്ഞു കാണും. ഭഗവാന്റെ പൊന്നുഗുരുവായൂരപ്പൻ്റെ ഭാഗവത സ്വരൂപിയുടെ അനൽപമായ കൃപാകടാക്ഷങ്ങൾ ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 756 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഭഗവാന്റെ കാരുണ്യാതിരേകം കൊണ്ട് നാളെ കണ്ണൂർ ജില്ലയിലെ കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിൽ ഈയുള്ളവൻ്റെ നേതൃത്വത്തിൽ വേണുഗാനത്തിൻ്റെ അകമ്പടിയോടുകൂടി ജ്യോതിർഗമയ സനാതന ധർമ്മ പഠനവേദിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണഗാഥ ജ്ഞാനയജ്ഞം കൃഷ്ണായനം എന്ന പേരിൽ നടക്കുകയാണ്. രാവിലെ 8 മണിക്ക് സ്വാമി കൈവല്യാനന്ദ സരസ്വതി ദീപപ്രോജ്വലനം ചെയ്തുകൊണ്ട് ഈ യജ്ഞം ആരംഭിക്കും. 4 മണി വരെയാണ് ഈ സംഗീതവും ഭഗവത് ലീലകളും പ്രഭാഷണ രൂപത്തിലും അതേപോലെ നാമങ്ങളും ഒക്കെ ആയിട്ട് ഈ യജ്ഞം നടത്താൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ പ്രദേശത്തുള്ള ആളുകൾ, അറിവുള്ള ആളുകളെയൊക്കെ എനിക്ക് അറിയാവുന്ന തരത്തിൽ അറിയിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകളൊക്കെ അവിടെ എത്തിച്ചേരുക. അതോടൊപ്പം തന്നെ നാളെ തന്നെ ഞായറാഴ്ച സെപ്റ്റംബർ 1 തീയതി മുതൽ സെപ്റ്റംബർ 8 കൂടി ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഈയുള്ളവൻ്റെ ആചാര്യതയിൽ തൃശ്ശൂർ വെളിയന്നൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലും ആരംഭിക്കുകയാണ്. തൃശ്ശൂർ ടൗണിൽ തന്നെയുള്ള ചിരപുരാതനമായ ഭഗവതി ക്ഷേത്രമാണ്. തൃശ്ശൂർ പൂരത്തിലെ പ്രധാന പങ്കാളിയായ പാറമേക്കാവിൽ ഭഗവതിയുടെ അനുജത്തിയായി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ മുമ്പിലാണ് പൊന്നുഗുരുവായൂരപ്പൻ്റെ കഥകൾ സപ്താഹ രൂപത്തിൽ
അവതരിപ്പിക്കാനുള്ള ഭാഗ്യം കൈവന്നിരിക്കുന്നത്. എല്ലാ സപ്താഹങ്ങളിൽ എന്നതുപോലെ ഞായറാഴ്ച വൈകുന്നേരം ഗുരുവായൂരപ്പൻ്റെ മുൻ മേൽശാന്തി കൂടിയായ ബ്രഹ്മശ്രീ കലിയത്ത് പരമേശ്വരൻ നമ്പൂതിരിയാണ് മാഹാത്മ്യ പ്രഭാഷണം നടത്തുക. തുടർന്ന് തിങ്കളാഴ്ച മുതൽ യജ്ഞസമർപ്പണം നടക്കുന്ന സെപ്റ്റംബർ 8-ാം തീയതി ചിങ്ങം 23-ാം തീയതി ഉച്ചവരെയുള്ള ചടങ്ങുകളിൽ ഈയുള്ളവൻ്റെ ആചാര്യതയിലായിരിക്കും ചടങ്ങുകൾ നടക്കുക. ബ്രഹ്മശ്രീ കലിയത്ത് പരമേശ്വരൻ നമ്പൂതിരി പാരായണത്തിനായും ബ്രഹ്മശ്രീ മൂർക്കന്നൂർ പ്രസാദ് നമ്പൂതിരി പൂജാകർമ്മങ്ങൾക്കായും ഒപ്പമുണ്ടായിരിക്കും എന്നുകൂടി എല്ലാവരെയും അറിയിക്കുന്നു. തൃശ്ശൂർ ഭാഗത്ത് ഉള്ള ആളുകൾക്ക് ഈ സപ്താഹത്തിൽ പങ്കുചേരാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു വിവരം കൂടി ഇത്തരുണത്തിൽ എല്ലാവരെയും അറിയിക്കുന്നത്. ഭാഗവതം അറിയാൻ അലിയാൻ എന്ന ഈ പ്രഭാഷണ പരമ്പരയിലേക്ക് വന്നാൽ ഇന്ന് ഏകാദശ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ 44-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ആവിർഹോത്രൻ എന്ന നവയോഗീശ്വരൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിമി മഹാരാജാവ് കർമ്മയോഗത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി പറയുകയാണ് ആവിർഹോത്രൻ. പരോക്ഷവാദോ വേദോയം ബാലാനാമനുശാസനം കർമ്മമോക്ഷായ കർമാണി വിധത്തെ ഹ്യഗതം യഥ. അയം വേദ, ഈ വേദം പരോക്ഷവാദമാണെന്ന്. ബാലാനാം അനുശാസനം, അറിയില്ലാത്ത ആളുകളെ അനുശാസിക്കാനായിട്ടാണത്. കർമ്മമോക്ഷായ, കർമ്മങ്ങളെ മോചിപ്പിക്കാനായിക്കൊണ്ട് കർമാണി വിധത്തെ, കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നു. യഥാ അഗതം, ഏതുപോലെ? മരുന്ന് എന്നതുപോലെ. വേദാർത്ഥമറിയാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞു. വേദസാരത്തെ വെളിപ്പെടുത്തുകയാണ്. ഈ വേദം എന്ന് പറയുന്നത് പരോക്ഷവാദമാണ്. ഋഷികളൊക്കെ തന്നെ അങ്ങനെയാണ്, പരോക്ഷമായി പറയുന്ന സ്വഭാവമുള്ള ആളുകളാണ്. എനിക്കും പരോക്ഷമാണ് പ്രിയം എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. പരോക്ഷവാദ ഋഷയ പരോക്ഷം മമച പ്രിയം എന്ന്. പരോക്ഷവാദം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനത്തിന് തടസ്സമായിരിക്കുന്ന പുണ്യപാപ കർമ്മങ്ങളെ ഇല്ലാതെയാക്കാൻ, നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കർമ്മങ്ങൾ ചെയ്യാൻ വേദം വിധിച്ചിരിക്കുന്നത് എന്തിനാ? സ്വർഗാദി സുഖങ്ങൾ നേടാൻ വേണ്ടിയിട്ടല്ല. എന്നാൽ പറയുന്നുണ്ട് സ്വർഗകാമോ യജേത, സ്വർഗസുഖം ആഗ്രഹിക്കാൻ യാഗം ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണത്? ജനങ്ങളെ കർമ്മത്തിൽ നിന്ന് വിടർത്താനുള്ള ഒരു ഉപായമായിട്ടാണത് പറഞ്ഞിരിക്കുന്നത്. തീരെ ദോഷകരമായ കർമ്മങ്ങൾ ചെയ്യരുത് എന്ന ബുദ്ധി ജനിപ്പിക്കാൻ, അല്പദോഷമുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പറയുന്നത് ഒരർത്ഥത്തിൽ ഇതിലേക്ക് നമ്മളെ ആകർഷിക്കുക തന്നെയാണ്, ഒരു പ്രലോഭനമാണ്. അതുകൂടാതെ കഴിയില്ല എന്നാണ്. കാരണം ന്യായാന്യായങ്ങളെ ആലോചിക്കാതെ കർമ്മങ്ങൾ ചെയ്ത് പഴകിയ വാസന കൊണ്ട് പ്രേരിപ്പിക്കപ്പെടുന്നതിനെ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ നന്നാക്കാൻ വേണ്ടി ശ്രുതിമാതാ, വേദമാതാവ് ഇങ്ങനെ ചെയ്യണം. ഏതുപോലെ? അഗതം യഥാ, മരുന്നുപോലെ. കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ എന്താ ചെയ്യുക? മാതാപിതാക്കൾ പറയും ഔഷധം കൊടുത്ത് ആ കുട്ടിയുടെ സൂക്കേട് മാറണം എന്നുള്ളതിന് വേണ്ടിയിട്ട് കുട്ടികളോട് പറയും, നീ ഇത് സേവിച്ചാൽ നിനക്ക് നല്ല സാധനങ്ങൾ തരാം, നല്ല മധുരപലഹാരം തരാം, അല്ലെങ്കിൽ നല്ല ഉടുപ്പ് വാങ്ങിത്തരാം, ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ മൊബൈൽ വാങ്ങിത്തരാം എന്നൊക്കെ പറയും. ഈ മൊബൈൽ വാങ്ങലോ മധുരപലഹാരങ്ങൾ കൊടുക്കലോ ഉടുപ്പ് വാങ്ങിക്കൊടുക്കലോ അല്ല അച്ഛൻ്റെ താല്പര്യം. മറിച്ച് ആ മരുന്ന് കുട്ടിയുടെ അകത്തേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കൊടുത്താൽ പിന്നീടൊരിക്കൽ അങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിതൃവാക്യത്തെ സ്വീകരിച്ചില്ല എന്ന് വരാം. ഔഷധം സേവിച്ചതിൻ്റെ ഫലം മധുരം കഴിക്കാൻ കിട്ടുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ മൊബൈൽ കിട്ടുന്നു എന്നല്ല, മറിച്ച് ഔഷധം കഴിക്കുന്നത് രോഗം മാറാൻ വേണ്ടിയിട്ടാണ്. ആ രോഗം മാറുന്നതിന് മുമ്പ് ഇടയ്ക്ക് സ്വാദുള്ള ഒരു പലഹാരം കൂടി കിട്ടി, അത്രയേ ഉള്ളൂ. ഇതേപോലെ ഇനി ഈ തരത്തിൽ ഇതൊന്നും ആവശ്യമില്ലാത്ത നല്ല മനസ്സുള്ള കുട്ടികൾ, അവർക്ക് ഇതൊന്നും മോഹിപ്പിക്കാതെ തന്നെ അവർക്ക് മരുന്ന് കൊടുക്കാൻ സാധിക്കും.
ഇതേപോലെ വേദവും ഇടയ്ക്കുള്ള സ്വർഗാദി ഫലങ്ങളെയൊക്കെ കാണിക്കുന്നത് ഇതിൽ താല്പര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ സ്വർഗാദി ഫലങ്ങൾ കിട്ടുമ്പോൾ സുഖം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. സംസാര ദുഃഖം നശിക്കുകയും ഭഗവാനോട് ചേരുകയും ചെയ്യുകയാണ് ഇതിൻ്റെ ഈ കർമ്മത്തിൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കുക. അപ്പൊ ലക്ഷണത്തെ മനസ്സിലാക്കി ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ളൊരു വഴി മാത്രമാണ് ഇത്. നോക്കൂ, സ്വന്തം അച്ഛനമ്മമാരെക്കാൾ നമ്മളോട് കാരുണ്യമുള്ള ആളാണ് ഈശ്വരൻ. ജീവികളുടെ സംസാര ദുഃഖത്തെ നശിപ്പിച്ച് പരമാനന്ദം അനുഭവിപ്പിക്കുക, അതിന് പുണ്യകർമ്മങ്ങളെയും അതിൻ്റെ ഫലങ്ങളെയും ഒക്കെ പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? ഭഗവാനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് മാത്രമാണ് എന്ന് യഥാർത്ഥ ഭക്തൻ വൈകാതെ തിരിച്ചറിയും. കുട്ടികളും അങ്ങനെയാണ്. കുട്ടികൾ വളർന്നു വലുതാകുമ്പോൾ മനസ്സിലാവും, അച്ഛൻ അന്ന് മരുന്ന് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇതൊക്കെ പറഞ്ഞു തന്നത്. നാചരേൽ യസ്തു വേദോക്തം സ്വയമജ്ഞോജിതേന്ദ്രിയ വികർമ്മണാഹ്യധർമ്മേണ മൃത്യോർമൃത്യുമുപൈതി സാ. സ്വയം അജ്ഞ, തൻ്റെ സ്വരൂപത്തെ അറിയാതെ, അജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ ജയിക്കാതിരിക്കുന്ന ഏതൊരാളാണോ, യ തു വേദോക്തം നാചരിൽ, വേദത്തിൽ പറഞ്ഞതിനെ ആചരിക്കാതിരിക്കുന്നത്, അവൻ വികർമ്മണ, നിഷിദ്ധകർമ്മം ചെയ്യുന്നത് കൊണ്ടും, അധർമ്മേണ, അതുകൊണ്ടുണ്ടാകുന്ന അധർമ്മം കൊണ്ടും, മൃത്യും ഉപൈതി, മരണത്തിൽ നിന്നും മരണത്തെ തന്നെ പ്രാപിക്കുന്നു എന്നാണ്. അപ്പോ കർമ്മങ്ങൾ സംസാരത്തെ ഉണ്ടാക്കി തീർക്കുന്നതാണ്, അതിനെ നിശേഷം ഉപേക്ഷിക്കണം എന്ന് ഒറ്റയടിക്ക് പറയാതെ എന്ത് ചെയ്യണോ, ചിലത് ഉപേക്ഷിക്കണം, ചിലത് ചെയ്യണം. കർമ്മമെല്ലാം ഉപേക്ഷിച്ചാൽ എന്തുണ്ടാവും? മോക്ഷം കിട്ടില്ലേ? അപ്പോൾ ഒരു കർമ്മവും ചെയ്യണ്ട, അതല്ലേ നല്ലത് എന്നാണെങ്കിൽ കർമ്മം ചെയ്യാതിരിക്കാൻ തുടക്കത്തിൽ മനുഷ്യന് സാധിക്കില്ല. നഹി കശ്ചിൽ ക്ഷണമപി ജാതു തിഷ്ടന്ത്യ കർമ്മകൃൽ, അല്പസമയമെങ്കിലും കർമ്മം ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. മനസ്സുകൊണ്ടെങ്കിലും കർമ്മം ചെയ്യും. ദേഹം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഏതെങ്കിലും വിധമായൊരു കർമ്മമെങ്കിലും ചെയ്യാതിരിക്കാൻ സാധാരണ മനുഷ്യർക്ക് അത് അസാധാരണമായ സംഭവമാണ്. അപ്പൊ വേദത്തിൽ കർമ്മങ്ങളെ വിഭജിച്ചു. ലോകത്തിന് ഉപകാരമായത്, ലോകത്തിന് ഉപദ്രവമായത്. അപ്പൊ ഏത് ചെയ്യണം? ഉപകാരമായത് ചെയ്യണം. ഇഹത്തിലും പരത്തിലും സുഖാനുഭവത്തിനുള്ള മാർഗം. വിപരീത കർമാനുഷ്ഠാനം വിപരീതമായ ദുഃഖത്തിനും നരകപ്രാപ്തിക്കും ഈശ്വരകോപത്തിനും കാരണമാണ്. അതുകൊണ്ട് ആ കർമ്മങ്ങളെ ചെയ്യരുത്. ചെയ്യുന്നവന് ഈ ശരീരം കിട്ടിയാൽ വീണ്ടും മറ്റൊരു ശരീരത്തെ സ്വീകരിക്കേണ്ടി വരും, അധോഗതി പ്രാപിക്കും. എല്ലാ മതങ്ങളും ഇത് തന്നെയല്ലേ പറയണത്? ആലോചിച്ചു നോക്കൂ. കർമ്മം ചെയ്യാതിരിക്കാൻ ആർക്കും ഒരിക്കലും കഴിയില്ല. ഇന്ദ്രിയം വന്നിട്ടില്ലാത്തവരെ കുറിച്ചാണ്. സാധാരണ ജനങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾക്ക് കർമ്മമൊന്നും ആവശ്യമില്ല. അപ്പൊ ഇന്ദ്രിയങ്ങൾ അവർക്കിഷ്ടമുള്ള വിഷയങ്ങളെ തിരഞ്ഞുകൊണ്ട് അലയുന്നത് ഒരു സ്വഭാവമാണ്. വിഷയസുഖം അനുഭവിക്കണമെന്ന വിചാരത്തിന് അധീനനായി അസ്വതന്ത്രനായ പുരുഷൻ കർമ്മം ചെയ്യാതെ സ്വസ്ഥനായിരിക്കാൻ ഒരിക്കലും ശക്തനാവുന്നില്ല. ഇന്ദ്രിയാധീനനായി വരുവാനുള്ള കാരണം എന്താ? ആത്മസ്വരൂപത്തെ അറിയണില്ല. അതാണ് അജ്ഞാനം എന്ന് പറഞ്ഞത്. ഇന്ദ്രിയാദികളിൽ ആത്മാഭിമാനം സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ആത്മജ്ഞാനം ഉണ്ടായാൽ മാത്രമല്ലാതെ വിഷയസുഖാശ തീരുകയില്ല. ഇന്ദ്രിയജയം നേടിയ യോഗികൾ, ശുദ്ധഭക്തന്മാർ, ആത്മജ്ഞാനികൾ, ഇവർക്കും ആത്മാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് മാത്രമേ കർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അവരും കർമ്മബദ്ധരായിട്ട് തീരും. അവർ കർമ്മങ്ങളെ ഉപേക്ഷിക്കുകയല്ല, കർമ്മം അവരെ ഉപേക്ഷിക്കുകയാണ് എന്ന് പറയുന്നു. ഏതുപോലെ സജ്ജനങ്ങൾ ഒരു ഉപമ പറയാറുണ്ട്. ഒരു വസ്തു കയ്യിൽ പിടിച്ച ഒരു കുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ കുട്ടി അറിയുന്നില്ല, ആ കുട്ടിയുടെ ഉറക്കം ആ കൺപോളകളിൽ അതിഭീകരമായി വന്ന് പതിക്കുമ്പോൾ, കണ്ണുകളിങ്ങനെ താനെ അടഞ്ഞു പോകുമ്പോൾ കയ്യിൽ ആ പിടുത്തം വീഴും. ഇതേപോലെ പരമസുഖത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വിഷയസ്മൃതി ഇല്ലാതെയായി പോകും. അങ്ങനെ മഹാന്മാർ എത്രയോ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അതിദുർലഭമാണ് അവര്.
ഇപ്പം സാധാരണ ജനങ്ങൾക്ക് വിഹിത കർമ്മങ്ങളെ ചെയ്യാൻ ചില രീതികൾ പറഞ്ഞു വെച്ചു. മൃത്യുവാ പുനർമൃത്യുമാപദ്യന്തേ അർദ്യമാനാസ്വകർമ്മഭി എന്നാണ്. മരിച്ചതിന് ശേഷം തൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ച് സുഖദുഃഖങ്ങൾ പരലോകത്തിൽ അനുഭവിച്ച് വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യാമെന്നല്ലാതെ ഈ സംസാരചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ വിഹിത കർമ്മങ്ങൾ ചെയ്ത് 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 കർമ്മമില്ലാതെയാവണം. അസുഖം വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിച്ച് അസുഖം മാറുന്നതോടുകൂടി മരുന്നിനെ ഉപേക്ഷിക്കാൻ കഴിയുന്നത് പോലെ കർമ്മങ്ങൾ ചെയ്ത് 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 കർമ്മവിശുദ്ധിയും കർമ്മവിമുക്തിയും ഉണ്ടാവുകയാണ് വേണ്ടത്. വേദോക്തമേവ കുർവാണോ നിസ്സംഗോർപ്പിതമീശ്വരേ നൈഷ്കർമ്മ്യാം ലഭത്തെ സിദ്ധിം രോചനാർത്ഥ ഫലശ്രുതി. നിസ്സംഗ, വിഷയത്തിൽ ആസക്തിയില്ലാത്ത, സംഘമില്ലാത്ത, വേദോക്തം ഏവ, വേദത്തിൽ പറഞ്ഞ കർമ്മത്തെ മാത്രം ഈശ്വരങ്കൽ അർപ്പിക്കുന്നതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് നൈഷ്കർമ്മ്യാം, നിഷ്കാമകർമാനുഷ്ഠാനത്താൽ ലഭിക്കുന്ന സിദ്ധിയെ ലഭത്തെ, പ്രാപിക്കുന്നു. ഫലശ്രുതി, കർമ്മം ചെയ്താൽ ഫലം കിട്ടും എന്ന് പറയുന്നത് കർമ്മത്തിൽ താല്പര്യമുണ്ടാക്കാൻ വേണ്ടി മാത്രം. കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന പുരുഷന് എങ്ങനെ മോക്ഷം കിട്ടും എന്നാണെങ്കിൽ പറയുകയാണ്, സുഖദുഃഖങ്ങളെക്കുറിച്ച് ആലോചിച്ച് പതുക്കെ 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 വിഷയസുഖം വെറും നിസ്സാരമാണ് എന്ന് തോന്നും. ആ വിവേകം വരുന്ന, തനിക്ക് സിദ്ധിക്കുന്ന ഐഹിക സുഖം ശ്ലാഘ്യമല്ല എന്നും ലോകത്തിന് ഉപകരിക്കാനായി കർമ്മം ചെയ്യുന്നത് ലോകനാഥനായിരിക്കുന്ന, സാക്ഷാൽ ലോകൈകനാഥനായിരിക്കുന്ന ഭഗവാനുള്ള പൂജയാണ് എന്നും ഉറപ്പുവരും. അങ്ങനെ ഈ പ്രവൃത്തി വരുമ്പോൾ ഫലത്തിൽ ആസക്തി ഇല്ലാതെയാവും. ഇതാണ് ഈശ്വരന് സമർപ്പിക്കുന്ന പൂജ എന്ന് പറയുന്നത്. ഇങ്ങനെ വേദത്തിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളെ, വിഹിത കർമ്മങ്ങളെ ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ പല രീതിയിലും നമ്മളുടെ ഉള്ളിലേക്ക് അതിനെ അങ്ങോട്ട് ചേർത്ത് വയ്ക്കുകയാണ്. അന്ധക്കരണ ശുദ്ധി ഉണ്ടാവും. അന്ധക്കരണ ശുദ്ധി വരുമ്പോൾ ഭക്തി ഉണ്ടാവും. അപ്പൊ പുണ്യപാപ കർമ്മങ്ങൾക്ക് പുനർജന്മം ഉണ്ടാക്കി തീർക്കാനുള്ള ശക്തി ഇല്ലാതെയാവും. അപ്പോ കർമ്മ സന്യാസം, ഇതാണ് നൈഷ്കർമ്മ്യം. ഇതിൽ നിന്ന് സ്വരൂപബോധം ഉണ്ടാവണു, ആത്മാനന്ദം അനുഭവപ്പെടണു. അങ്ങനെ കർമ്മം ചെയ്ത് ശീലിക്കുക, ഇതാണ് കർമ്മയോഗം. യോഗ കർമ്മസു കൗശലം, കർമ്മം ചെയ്യുന്നതിനുള്ള കൗശലം അതാണ്. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാൽ കുരുത അർജുന. അറിവാകുന്ന തീയ് പുണ്യപാപങ്ങളാകുന്ന കർമ്മങ്ങളെ മുഴുവൻ ഭസ്മീകരിക്കുന്നു അർജുന, ഭഗവാൻ ഗീതയിൽ അർജുനോട് പറഞ്ഞു. അപ്പോ ദേഹത്തെ ഉണ്ടാക്കി തീർക്കാൻ കർമ്മത്തിന് ശക്തിയില്ലാതെ വരുമ്പോ ആ ജീവൻ മോക്ഷം പ്രാപിച്ചു എന്ന് വരാം. യാഗാദി കർമ്മം ചെയ്താൽ സ്വർഗാദി സുഖം ലഭിക്കും. നേരത്തെ പറഞ്ഞു, ഔഷധം സേവിക്കാൻ ലഡ്ഡു കൊടുക്കാം, അല്ലെങ്കിൽ മറ്റൊരു പലഹാരം കൊടുക്കാം, അല്ലെങ്കിൽ മറ്റൊന്ന് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിൽ കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിലല്ലേ അത് കൊടുക്കുമ്പോൾ സന്തോഷമുള്ളൂ. കുട്ടിക്ക് ലഡ്ഡു ഇഷ്ടമല്ല, കുട്ടിക്ക് എരിവുള്ള പദാർത്ഥങ്ങളാണ് ഇഷ്ടം. അപ്പം ലഡ്ഡു കൊടുക്കാമെന്ന് പറഞ്ഞാൽ കുട്ടി മരുന്ന് കഴിക്കുമോ? കഴിക്കില്ല. ഇതേപോലെ ആ താല്പര്യമില്ലെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ, താല്പര്യം ഇല്ലെങ്കിലോ കൊടുക്കില്ല. ഇതേപോലെ ഫലസിദ്ധിയിൽ ആഗ്രഹം വെക്കാതെ ചെയ്യുന്ന കർമ്മം ജ്ഞാനത്തെ കൊടുക്കും, പുനർജന്മത്തെയോ സ്വർഗാദി സുഖങ്ങളെയോ ഒന്നും കൊടുക്കില്ല. ശ്രീകൃഷ്ണൻ കർമ്മം നിമിത്തം സ്വർഗാദി ഫലത്തെയും ചിലർക്ക് മോക്ഷത്തെയും കൊടുക്കുവോ? എന്താ അങ്ങനെയെന്നാണെങ്കിൽ സേവാനുരൂപ ഫലദാന തൽപരൻ എന്നാണ് ആ ഭഗവാനെക്കുറിച്ച് നമുക്ക് സംശയം വരിക. ഭഗവാൻ പ്രാണികളുടെ സങ്കല്പമനുസരിച്ച് ഫലങ്ങൾ കൊടുക്കണു. അതുകൊണ്ട് ഫലശ്രുതിയും വ്യർത്ഥമായി വരില്ല. ഫലകാംക്ഷയുള്ള ആളുകൾക്ക് ഫലം കിട്ടും, അത് സ്വല്പഫലം. സ്വർഗാദി സുഖമൊന്നും വലുതല്ല, വളരെ ചെറുതാണ്. ലാഭം അല്ലെങ്കിൽ മഹാഫലം എന്ന് പറയുന്നത് എന്താ? ഭഗവാനിലേക്ക് ചേരുക എന്നുള്ളതാണ്. പട്ടിണി കിടക്കുന്ന ആൾക്ക് എച്ചിൽ ഭക്ഷണം കിട്ടിയാലും അത് സന്തോഷമായിട്ട് തോന്നും. പക്ഷേ എല്ലാവർക്കും അങ്ങനെയല്ല. വിവേകികൾ ഈ എച്ചിൽ കഷ്ണം പോലെയുള്ള സ്വർഗാദി സുഖങ്ങളെ എഴുതിത്തള്ളും. അവർക്കതിൽ താല്പര്യമില്ല. അവർ ആത്മാനന്ദം അനുഭവിച്ച ആളുകളാണ്.
അപ്പോൾ അക്ഷയമായ ആത്മാനന്ദത്തിലേക്ക് എത്താൻ കർമ്മയോഗം കൊണ്ടും സാധിക്കും. നിഷ്കാമകർമ്മങ്ങൾക്ക് ഫലമില്ല എന്ന് പറഞ്ഞാൽ സങ്കല്പമില്ലാത്തത് കൊണ്ട് ഫലമില്ല എന്നാണ്. ഒരു ഫലവും ഇല്ല എന്നല്ല. അന്ധക്കരണ ശുദ്ധി വരും, വലിയൊരു മഹാഫലം സിദ്ധിക്കുന്നുണ്ട്, ഒന്നുമില്ലായ്മയല്ല. അപ്പം അതുകൊണ്ട് നിഷ്കാമകർമ്മം കൊണ്ട് സന്തുഷ്ടനായ അന്തര്യാമി മഹാഫലത്തെ ആ ജീവന് നൽകും. അപ്പൊ ക്രമത്തിൽ ആത്മാനുഭവം ആ ജീവന് ലഭിക്കുമെന്നാണ്. യ ആശു ഹൃദയഗ്രന്ഥിം നിർജിഹീർഷു പരാത്മന വിധിനോപചരേദ്ദേവം തന്ത്രോക്തേന ച കേശവം. ആരാണോ പരമാത്മാവായിരിക്കുന്ന തൻ്റെ ഹൃദയഗ്രന്ഥിയെ വേഗത്തിൽ നശിപ്പിക്കാൻ താല്പര്യമുള്ളവൻ, അവൻ തന്ത്രോക്തേന വിധിന ദേവം കേശവം ഉപചരേൽ. തന്ത്രത്തിൽ പറഞ്ഞ വിധിപ്രകാരം കേശവൻ, ഭഗവാനായ കേശവനെ ആരാധിക്കണം, ഉപാസിക്കണം. തന്ത്രങ്ങളിൽ പറഞ്ഞ കർമ്മയോഗം പറയുകയാണ്. ആത്മാവ് ദേഹാദികളിൽ നിന്ന് വിട്ടുനിൽക്കണു. ശരീരത്തിൽ ആത്മഭാവന അനാദി കർമ്മബന്ധം കൊണ്ടാണ് സംഭവിക്കുന്നത്. ഹൃദയത്തിൽ പറ്റിയിരിക്കുന്ന ഈ വാസനയ്ക്ക് ഹൃദയഗ്രന്ഥി എന്ന് പറയുന്നു. ഭിദ്യന്തേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഹ ക്ഷീയന്തേ ചാസ്യകർമാണി. ഇതൊക്കെയാണ് ഭഗവാന്റെ ഭജനം കൊണ്ട് നമുക്കുണ്ടാവുക. അപ്പോൾ ആ ഹൃദയഗ്രന്ഥി അത് അറുക്കുക, ഇതിനെ മുറിച്ചു കളയണം എന്നാണ്. അങ്ങനെ ഹൃദയഗ്രന്ഥിയെ ക്ഷണത്തിൽ അറുത്തു കളയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പാഞ്ചരാത്രം തുടങ്ങിയ തന്ത്രഗ്രന്ഥങ്ങളിൽ ഭഗവാനെ ഉപാസിക്കുന്നതിനുള്ള വിധികൾ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ബ്രഹ്മാവിനും രുദ്രനും ഒക്കെ സുഖത്തെ നൽകുന്ന ഭഗവാനെ പൂജാദ്രവ്യങ്ങളെ കൊണ്ട് ആദരിക്കണം, പൂജിക്കണം. അനേകം അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് ഭഗവാൻ, അല്ലേ? ലോകാനുഗ്രഹാർത്ഥം, ലോകസംഗ്രഹത്തിനായി ആ രൂപത്തെ തന്ത്രവിധി പ്രകാരം പ്രതിഷ്ഠിച്ച് ജലഗന്ധ പുഷ്പധൂപ ദീപ നൈവേദ്യാദികളോടുകൂടി പൂജിക്കുക. ഇത് കർമ്മയോഗാണെന്ന്. അങ്ങനെ ലബ്ധാനുഗ്രഹ ആചാര്യാൽ തേന സന്ദർശിതാഗമ മഹാപുരുഷം അഭ്യർച്ചൻ മൂർത്തിയാഭിമതയാത്മന. ആചാര്യൻ ഗുരുവിൽ നിന്ന് സിദ്ധിച്ച അനുഗ്രഹത്തോടു കൂടിയവനും തേന സന്ദർശിതാഗമ അദ്ദേഹത്താൽ കാണിക്കപ്പെട്ട വേദസ്വരൂപമായ മന്ത്രങ്ങളോടുകൂടിയവനുമായിട്ട് ആത്മനഹ തൻ്റെ മനസ്സിന് അഭിമതയാമൂർത്തിയ, ഏത് മൂർത്തിയാണോ നമുക്കിഷ്ടം ആ മൂർത്തിയെ പൂജിച്ചോളൂ എന്നാണ്. ആ ഭഗവാനെ പൂജിക്കുക. ഏത് മൂർത്തിയെ പൂജിച്ചാലും അല്ലേ, സർവദേവ നമസ്കാരം ഗോവിന്ദം പ്രതിഗച്ഛതി, അല്ലേ? ഓരോ നദികളും സമുദ്രത്തിൽ ചെന്ന് ചേരുന്നത് പോലെ സകല ദേവീദേവന്മാർക്കുമുള്ള അർച്ചനയും പൂജയും ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു. ഏതു വിദ്യയിലും എന്ത് വേണം? വിദ്യ ലഭിക്കാൻ ഗുരു വേണം. പൂജാവിധി ആചാര്യന്മാരിൽ നിന്ന് സ്വീകരിക്കുക, ഉപദേശിച്ചതിനനുസരിച്ച് സ്വരൂപത്തെ പൂജിക്കുക. എല്ലാം ഭഗവാന്റെ സ്വരൂപമാണ്, അല്ലേ? അപ്പൊ പിന്നെ അവതാരമൂർത്തികളെ കുറിച്ച് പ്രത്യേക ഒരു സംശയം വേണ്ട. ഭക്തന്മാർക്ക് പൂജിക്കാനും നമസ്കരിക്കാനും ഭജിക്കാനും ലീലകൾ സ്മരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഭഗവാൻ ലീലകൾ ആടിയത്, പല അവതാരമൂർത്തികളായിട്ട്. അപ്പൊ യഥാർത്ഥമായ ജ്ഞാനാനന്ദ സ്വരൂപം മനസ്സിന് വിഷയമല്ലാത്തത് കൊണ്ട് ഇഷ്ടമുള്ള അവതാരമൂർത്തിയെ പൂജിക്കുക. അതിനുള്ള വിധികൾ ആചാര്യരിൽ നിന്ന് പഠിച്ച ശേഷം വേണ്ടതുപോലെ ആ ഭഗവാനെ ആരാധിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്ന 48ാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മൾ ഇന്ന് ഭഗവത് പാദത്തിൽ സമർപ്പിക്കുകയാണ്. നാളെ 49ാമത്തെ ശ്ലോകം മുതൽ. ഹരയേ നമഃ. ഞങ്ങൾ ആരതിയുണ്ടാവാ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം
ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമല മദനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം, നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം, ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം, ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം, യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം, കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം, സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം, സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം, ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, ഗുരുപവനപുരേശ രാധാകൃഷ്ണ
ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.